പങ്കജാക്ഷിയോട് കൂടുതൽ സ്നേഹം തോന്നുമ്പോൾ പങ്കജാക്ഷി എന്നങ്ങ് നീട്ടി വിളിക്കുമോ, പങ്കി എന്നല്ലേ വിളിക്കുമോ എന്ന് പറയുന്ന പോലെ ഡസ്റ്റമൻ M3DB എന്ന് പറയുന്ന ഇന്നലൊരു ഫേസ്ബുക്ക് ഡേറ്റാബേസിൽ എൻ്റെ പ്രൊഫൈലിൽ ഇന്നലെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു 2 ദിവസം മുമ്പ്. ഇന്നലെ ഞാൻ എൻ്റെ ഒരു ഇതിട്ടപ്പോൾ എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് 1.2K ലൈക്സ് കിട്ടി. എൻ്റെ പെർഫോമൻസും എൻ്റെ രൂപവും അവരുടെ മനസ്സിലുണ്ടായിരുന്ന റോബർട്ടോ ആയിരുന്നു. നമ്മുടെ കുരിയച്ചൊരു കല്യാണാലോചന പറഞ്ഞാൽ ചെറുക്കൻ കാനഡയിൽ നേഴ്സാണ്, അവർ തൊടുപുഴക്കാരാന്നാണ് പറഞ്ഞത്. നമ്മൾ ഇന്നത്തെ ഗസ്റ്റിനെ പറ്റി ഒരു പ്രത്യേക ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. റീസെൻ്റ്ലി ഇറങ്ങിയ പൊന്മാൻ എന്ന ചിത്രത്തിലൂടെ ഏറെ പ്രിയങ്കരനായ ആനന്ദ് നെച്ചൂരാൻ. വെൽക്കം സർ, നമസ്കാരം. സോ ചേട്ടാ, പൊന്മാൻ എന്ന സിനിമയിൽ റോബോട്ടോ ആവാനായിട്ട് എന്തൊക്കെയാണ് ഹെൽപ്പ് ചെയ്തത്, അല്ലെങ്കിൽ ആ ഒരു സിനിമയിലുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളും? അങ്ങനെ പറയുമ്പോൾ നമുക്ക് ശരിക്കും നമ്മൾ സ്കൂൾ കാലഘട്ടം മുതലേ നമ്മളെ പരിശീലിപ്പിച്ച അധ്യാപകർ, വിദ്യാർത്ഥികൾ, കോളേജിലുള്ള നമ്മുടെ കൂട്ടുകാർ, പിന്നെ ഇപ്പോൾ ടൈറ്റാനിയത്തിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ സഹപ്രവർത്തകർ, എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ, എല്ലാവരും നമ്മളെ ശരിക്കും നടനാവാനും ഇങ്ങനെ ഒരു ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരുപോലെ ആഗ്രഹിക്കുന്നതാണ്. എൻ്റെ മാതാപിതാക്കൾ, വീട്ടുകാരെല്ലാവരും ഉൾപ്പെടെ. അതിനേക്കാൾ ഉപരി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് നമ്മളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ നമുക്ക് സപ്പോർട്ട് തന്നുകൊണ്ടിരുന്നിട്ടുണ്ട് എൻ്റെ ആക്ടിങ് ട്രെയിനേഴ്സ്, തിയേറ്റർ പ്രശാന്ത് നാരായണൻ ഉൾപ്പെടെയുള്ള നമ്മുടെ ഗുരുക്കന്മാരുടെ സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാർ, ഇവരൊക്കെ അവിടെ ഒരു കോൺട്രിബ്യൂഷൻ നമ്മളുടെ ഒരു പെർഫോമൻസിന് നമ്മുടെ ഒരു ഇതിലൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് അവസരങ്ങൾ ആദ്യമായിട്ട് തന്ന ഡയറക്ടർമാർ മുതൽ ഡോൺ പാലത്തറ, അതുപോലെ രതീഷ് രഘുനന്ദനൻ, പിന്നെ നമ്മുടെ തങ്കമണിയുടെ ഡയറക്ടർ, അതിനകത്തേക്ക് എന്നെ വിളിച്ചത് അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിട്ടുള്ള ആളാണ്. പിന്നെ ഗറിൽ വരെ ഓഡീഷൻ വഴിയാണ് നമുക്ക് കിട്ടിയത്, ചെറിയൊരു വേഷമുള്ള ഓഡീഷൻ വഴിയാണ് കിട്ടി. അപ്പോൾ അവരെയൊക്കെ നമുക്ക് നന്ദിപൂർവ്വം സ്മരിക്കേണ്ടതായിട്ട് വരും. ഇതിനകത്ത് 3 റൗണ്ട് ഓഫ് ഓഡീഷനായിരുന്നു ഈ പൊന്മാനിലേക്ക് ഉണ്ടായിരുന്നത്. അതിനകത്ത് ആദ്യം രാജേഷ് നാരായണൻ എന്ന് പറഞ്ഞ കാസ്റ്റിംഗ് ഡയറക്ടർ, പിന്നെ അതിൻ്റെ ഡയറക്ടർ ജ്യോതിഷ് ശങ്കർ സാർ. ഇവരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അവിടെ ചെന്ന് ഇവിടെ ലൊക്കേഷനിൽ ചെല്ലുമ്പോഴാണ് ഇവരെയൊക്കെ പരിചയപ്പെടുന്നത്. അപ്പോൾ അതിനകത്ത് ഇവരോടൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുക വെച്ചാൽ നമുക്കിവിടെ കാണാനും പരിചയപ്പെടാനും ആ സെറ്റിനകത്ത് ഒരു 10-20 ദിവസം നിൽക്കാനും ഒക്കെ അനുഭവം വലുതാണ്. കാരണം അതിന് ഒരുപാട് പഠിക്കാനുണ്ട്. ജ്യോതിഷ് ശങ്കർ സാറ്, വളരെ ലെജൻഡറി ആയിട്ടുള്ള സാനു ജോൺ വർഗീസ് എന്ന് പറയുന്ന ക്യാമറമാൻ, അവരുടെ ഡയറക്ടർ, 4 ഡയറക്ടർമാരുണ്ടാകും ശരിക്കും പറഞ്ഞാൽ. ബേസിൽ ജോസഫ്, ജ്യോതിഷ് ശങ്കർ, സാനു ജോൺ വർഗീസ്, സുധീഷ് ഗോപിനാഥ്, മദനോത്സവത്തിൻ്റെ ഡയറക്ടർ. ഈ 4 ഡയറക്ടർമാരും ഇതിനകത്ത് സപ്പോർട്ട് ചെയ്ത് അസോസിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർമാർ, ADs, മൊത്തം ക്രൂ, ഓരോ മനുഷ്യരും നമുക്ക് സപ്പോർട്ട് തമ്മിലുണ്ട്. ആ സപ്പോർട്ട് നമ്മൾ ചിലപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ടായിരിക്കില്ല, അവരുടെ പലതരത്തിലുള്ള കോൺട്രിബ്യൂഷൻ നമ്മുടെ പെർഫോമൻസിനെ, നമ്മുടെ അഭിനയത്തിനെയൊക്കെ ശരിക്കും സ്വാധീനിക്കും. കാരണം അതിനൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യാനും അതിനൊക്കെ നമ്മൾ പരിഗണിക്കാനും നമ്മൾ സമയം കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അതിനകത്ത് ഒരു ലൊക്കേഷനിൽ നിന്ന് നമുക്ക് എങ്ങനെ ഒരു നടൻ പക്വതയാർന്ന രീതിയിൽ പെരുമാറാൻ പറ്റും, എന്തൊക്കെ പെരുമാറാൻ പാടില്ല, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സമയത്തിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ആക്ടിങ് കണ്ടിന്യൂറ്റി, പിന്നെ നമ്മുടെ ലുക്സുകൾ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധാപൂർവം നിന്ന് ചെയ്യേണ്ട ഒരു വളരെ ഗൗരവതരമായ ഒരു പ്രോസസ്സാണ് സിനിമ അഭിനയം എന്ന് മനസ്സിലാക്കി തന്ന ഒരു സെറ്റ് കൂടിയാണ് പൊന്മാൻ. അതിനകത്തുള്ള എല്ലാവരും നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ലിജോമോൾ ജോസ് ഉൾപ്പെടെ. ലിജോമോളും എനിക്കും കോമ്പിനേഷൻ ഉണ്ട്. അവർ ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു എനിക്ക്. അവരൊക്കെ എത്രയോ വലിയ എക്സ്പീരിയൻസ് ഉള്ള നടികളാണ്. അപ്പം ഞാൻ അവരോട് പറയേണ്ട, ജയ് ഭീമിൽ അഭിനയിച്ച നായികയുടെ കൂടെയാണ് ഞാൻ അഭിനയിക്കുന്നുള്ള അഭിമാനം എനിക്ക് ഉണ്ടിട്ടോ എന്ന് ഞാൻ അവരോട് ആ ഷൂട്ട് സമയത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബേസിൽ ജോസഫ്, അവരൊക്കെ നമ്മൾ ഭയങ്കര സപ്പോർട്ടിങ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ പെരുമാറിയിട്ടുള്ളത്. എനിക്ക് കോമ്പിനേഷൻ അദ്ദേഹമായിട്ട് കുറവായിരുന്നു, പക്ഷേ എന്നാലും നല്ല ലൈവ്ലി ആയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, ചേട്ടാ പൊളിക്ക് ചേട്ടാ എന്നൊക്കെ നമ്മളെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് പറയുകയും, അദ്ദേഹത്തിൻ്റെ ഒരു FM റേഡിയോ ഷോയിൽ അദ്ദേഹം നമ്മുടെ പേരൊക്കെ പറഞ്ഞത് നമ്മുടെ വീഡിയോ ഞാൻ കണ്ടായിരുന്നു. ഷാർജയിൽ വെച്ച് പുതുതായിട്ട് വന്നിട്ടുള്ള ആക്ടേഴ്സൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ പേരും അതിനകത്ത് പറയാൻ ഭാഗ്യമുണ്ടായി എനിക്കൊക്കെ കേൾക്കാൻ. അപ്പോൾ അങ്ങനെ പൊന്മാൻ്റെ ഡയറക്ടർ ജ്യോതിഷ് ശങ്കർ സാറിനും, അതുപോലെ തന്നെ അതിൻ്റെ ക്യാമറാമാൻ സാനു ജോൺ വർഗീസ്, അജിത് വിനായക പ്രൊഡക്ഷൻസ് എല്ലാം അവരോടൊക്കെ ഭയങ്കരമായ കടപ്പാടും നന്ദിയുണ്ട്. കാരണം നമ്മളിതിനകത്ത് കാസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടായത് അത് നമ്മുടെ ഒരു നിമിത്തവും ഭാഗ്യവുമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഒരുപാട് കലാമേഖലയിൽ താങ്കളുടെ കഴിവ് തെളിയിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് മിമിക്രി ഉണ്ട്, കഥാപ്രസംഗമുണ്ട്, മോണോ ആക്ട് ഉണ്ട്,
പാട്ട് ഇടയ്ക്കൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തുനിന്ന് മിമിക്രി എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ എല്ലാ മെയിൻ സ്ട്രീം ആക്ടേഴ്സ് എല്ലാം നമ്മളുടെ എല്ലാം ജനപ്രിയ നടന്മാരെ കുറേ പേര് സിനിമയിൽ എത്തിച്ചേർന്നത് മിമിക്രിയിലൂടെയാണ് കേട്ടിട്ടുണ്ട്. അപ്പം മിമിക്രി എത്രത്തോളം ചേട്ടനെ സ്വാധീനിച്ചിട്ടുണ്ട് ആൻഡ് എത്രത്തോളം അത് സഹായിച്ചിട്ടുണ്ട് സിനിമയിൽ എത്തിച്ചേരാൻ? മിമിക്രി, എൻ്റെ ഒരു ധാരണ മിമിക്രി ആർട്ടിസ്റ്റുകൾക്കെല്ലാം സിനിമയിൽ പെട്ടെന്ന് വരാൻ പറ്റുമെന്നാണ് ആയിരുന്നു. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെറിയ ഒരു ടാലൻറ്റ് നമ്മുടെ ഉണ്ടായിരുന്നത്, നമ്മളിങ്ങനെ കോളേജ് സമയത്തൊക്കെ, ശരിക്കും കോളേജും കൊച്ചിൻ യൂണിവേഴ്സിറ്റിയാണ് ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചത്. അപ്പോൾ അവിടെയൊക്കെ നമ്മുടെ പെർഫോമൻസസ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ മിമിക്രി ആർട്ടിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് സിനിമയിലേക്ക് വരാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം മിമിക്രി ആർട്ടിസ്റ്റ് അത്ര വലിയ മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നില്ല ഒന്നാമത്തെ കാര്യം. ഞാൻ വളരെ കുറച്ച് അമേച്ചർ ആയിട്ടുള്ള കുറച്ച് പെർഫോമൻസസ് ചെയ്തു എന്നല്ലാതെ എന്നെ മിമിക്രി ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഞാൻ അറിയപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. പിന്നെ ഈ മിമിക്രി ഇമിറ്റേഷൻ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ജനശ്രദ്ധ ആകർഷിക്കാൻ പറ്റും. നമ്മൾ നന്നായിട്ട് ചെയ്യുമ്പോൾ നല്ല കയ്യടി കിട്ടും. ആ കയ്യടി നമുക്ക് ഒരുപാട് എനർജി കിട്ടിയിട്ടുണ്ട്, നമുക്ക് നല്ല ഒരു കോൺഫിഡൻസ് ലെവല് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിൽ മിമിക്രി എന്നെ ഒരു നടനാകുന്നതിൽ, ഒരു കോൺഫിഡൻസ് ലെവൽ ബിൽഡ് ചെയ്യുന്നതിൽ മിമിക്രി നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ചെയ്തപ്പം കൂട്ടുകാരും അല്ലെങ്കിൽ വീട്ടുകാരും ഒക്കെ നല്ലതായിരുന്നു, അവർക്കെല്ലാം ഏറ്റവും ഇഷ്ടമുള്ള ഏതാണ്? ആരുടെ സൗണ്ട് അനുകരിക്കുമ്പോഴാണ്? ഇപ്പോഴും ഈ രീതികളൊന്നും മാറിയിട്ടില്ല എന്നുള്ളത് വിശേഷാണേ. രക്ഷിതാക്കൾ തമ്മിൽ ഉറപ്പിക്കേണ്ട കച്ചവട ഉടമ്പടിയാണോ സത്യത്തിൽ വിവാഹം? അതാണും പെണ്ണും മനസ്സറിഞ്ഞെടുക്കേണ്ട തീരുമാനമാവണ്ടേ. വിൽപ്പനയുടെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ മനസ്സിലെ ഇഷ്ടം മറക്കാൻ തയ്യാറാവോ രണ്ടാളും? അറിയണം, കുറഞ്ഞു പോയില്ലെന്ന് ഉറപ്പ് വരുത്തണം. എന്നിട്ട് ഒരു കുടുംബത്തിൻ്റെ സ്വസ്ഥത മുഴുവൻ കളഞ്ഞിട്ട് നമുക്കങ്ങ് ഇറങ്ങിപ്പോവാം. അറിയോ, വിശന്നു വലഞ്ഞു കയറി വന്ന എനിക്ക് ഒരു നേരത്തെ ആഹാരം തരാൻ ഈ പെൺകുട്ടി കാണിച്ച മനസ്സുണ്ടല്ലോ, അതാടോ തനിക്ക് കിട്ടാൻ പോകുന്നതിൽ ഏറ്റവും വില കൂടിയ സ്ത്രീധനം. നന്നായി വരും. ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിന്റെ ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അതായത് അതിനത് എനിക്ക് നന്നായിട്ട് ചെയ്യണം. ഇന്നോവേറ്റീവായിട്ട് ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു ആള് ജാഫർ ഇടുക്കി. അദ്ദേഹത്തിൻ്റെ സൗണ്ട് ഞാൻ ഇപ്പോൾ ഒന്ന് ചെറുതായിട്ട് ശ്രമിച്ചിട്ടുണ്ട്, ആരുടെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. എന്നാൽ ഇതിലൂടെ നമുക്കതൊന്ന് പുറത്തു വിട്ടാലോ? നമ്മുടെ കുരിയച്ചനൊരു കല്യാണാലോചന പറഞ്ഞായിരുന്നേ. ചെറുക്കൻ കാനഡയിൽ നേഴ്സാ. അവർ തൊടുപുഴക്കാരാന്നാണ് പറഞ്ഞത്, നല്ല കുടുംബമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പെണ്ണിനോടൊന്ന് ചോദിക്കട്ടെ എന്നേച്ചും പറയാമെന്ന് പറഞ്ഞു. ചാച്ചനേക്കാൾ ലോകപരിചയം നിനക്കാ, നീ ഒന്ന് ആലോചിക്കേ. ഇതുവഴി കുമ്പളപ്പം തിന്നോണ്ട് നിന്നാൽ മതിയോ, അതോ ലോകമൊക്കെ കണ്ട് നല്ല സുഖമായിട്ട് ജീവിക്കണമെന്നാ? ഇത് അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു. വീട്ടിലൊക്കെ ഇത് പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? അതായത് വീട്ടില് ഭാര്യയും കുട്ടികളൊക്കെ സൂര്യക്കാരാണ് നമ്മൾ ഇപ്പോഴില്ല. ഇപ്പം മിമിക്രി ഞാൻ ഒന്നും ചെയ്യാറില്ല. കാരണം നമുക്ക് ഒരു ആക്ടിങ്ങിലും അതുപോലെ തന്നെ ആ തരത്തിലുള്ള പെർഫോമൻസസും ഒക്കെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമുള്ളതുകൊണ്ട് മിമിക്രി അങ്ങനെ ചെയ്യാറില്ല. മിമിക്രി ചെയ്യുമ്പോൾ എനിക്കൊരു പ്രശ്നം ഉണ്ടാകുന്നത് വെച്ചാൽ ഞാൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും പല കാര്യങ്ങളും. ഈ റിപ്പീറ്റേഷൻ ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ മിമിക്രി നമ്മുടെ കയ്യിൽ വരുള്ളൂ. അപ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ കൺട്രോൾ വിട്ട് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതെപ്പോഴെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെ കൺട്രോൾ വിട്ട് ഇങ്ങനെ ഈ ജോലി സ്ഥലത്തൊക്കെ ഇരിക്കുമ്പോൾ അറിയാൻ സംസാരിക്കാൻ തോന്നിപ്പോകും. സ്റ്റേബിൾ ഇൻകം ഉള്ള ഒരു ജോലി ഒരു സൈഡിലുണ്ട്, അറ്റ് ദ സെയിം ടൈം ആക്ടിങ് കരിയർ ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം ഇതെങ്ങനെ രണ്ടും തമ്മിലൊരു ബാലൻസ് എങ്ങനെ മാനേജ് ചെയ്ത് പോകുന്നത് എങ്ങനെയാണ്? അത് പറഞ്ഞില്ലേ, നമുക്കൊരു ഇരിക്കപ്പുറതിയില്ലായ്മയുണ്ട്. അതായത് നമുക്ക് ജോലിയുണ്ട്, നല്ല സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു പിന്നെ റെപ്യൂട്ടേഷനുള്ളൊരു പ്രൊഫൈലുണ്ട്. പക്ഷെ അപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരുത്തരം ഇങ്ങനെ നമ്മളെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതായത് നിങ്ങൾക്ക് ഇത്രയും അവസരങ്ങളും സാധ്യതകളും ഉള്ളപ്പോൾ നിങ്ങൾ എന്താണ് അതിനോട് ശ്രമിക്കാതിരിക്കുന്നത്? അപ്പം അത് ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ കിട്ടുമായിരുന്നില്ലേ? അപ്പം ഈ അവസരം ഇനി പിന്നെ കിട്ടുമല്ലോ, ഈ സമയത്തല്ലേ ശ്രമിക്കേണ്ടത്? ഇങ്ങനെ നമ്മളെ നിരന്തരം നമ്മുടെ ഉള്ളിൽ നിന്ന് ടെംപ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം അതുകൊണ്ട് നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടുത്തെ കാര്യങ്ങൾ മുടക്കിയിട്ടില്ല. ഇവിടുത്തെ കാര്യങ്ങൾ നമ്മൾ ഓൺലൈനിലാണെങ്കിലും മറ്റ് ആവശ്യമുള്ള സപ്പോർട്ടുകളെല്ലാം കൊടുത്തിട്ടാണ് നമ്മൾ ഇതിന് പോകുന്നത്. പൊന്മ എന്ന് പറയുമ്പം റോബോട്ട് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, ഞാൻ ഇൻട്രോയിലും തന്നെ പറഞ്ഞാണ്. എക്സ്പ്രഷൻസ് വെച്ചിട്ടാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ. അതിനകത്ത് എന്തെങ്കിലും ഡയലോഗ്സ് വളരെ കുറവാണ്, പക്ഷെ അതിലുള്ള ഏതെങ്കിലും ഒരു ഡയലോഗ് ചേട്ടൻ ഇപ്പോൾ ഒന്ന് പറയാൻ പറഞ്ഞാൽ എന്തെങ്കിലും ഓർമ്മ ഉണ്ടായിരിക്കും? ആ ഒരു വികാരത്തോടു കൂടി ഒന്ന് പറയാൻ പറഞ്ഞാൽ പറ്റുമായിരിക്കും? അത് എനിക്ക് ആകെ 2 സീനിലേ ഡയലോഗ് ഉള്ളൂ. ഒന്ന് അത് ആകെ 3-6 ഡയലോഗ്. അത് പറയാം. ആദ്യം ഇങ്ങനെ വേലിക്കല്ലിൽ ഞാൻ കാലിങ്ങനെ പിന്നെ പരതിയിട്ട് തിരിച്ചു വരാം. അപ്പം ഞാനും ആനന്ദ് മന്മനോനായിട്ടാണ് എൻ്റെ കോമ്പിനേഷൻ. അപ്പോൾ അതിനകത്ത് ഞാൻ ചോദിക്കുന്ന
ഇതാണോ നിങ്ങളുടെ അതിര്? ആഹാ, ആ വള്ളം നിങ്ങളുടെയാണോ? അപ്പം അദ്ദേഹം പറയും നമ്മൾ കടലിലൊന്നും പോകത്തില്ലെന്നാണ്. അപ്പോൾ ആങ്ങളേക്ക് എന്താ പരിപാടി? ഇത്രയേ ഉള്ളൂ ഡയലോഗ്. ഇത്രയാണ് ടോട്ടൽ അതിനകത്തുള്ള ഡയലോഗ്. അതിനകത്ത് പിന്നെ വള്ളത്തിൽ പോകുന്ന സമയത്തുണ്ട് ചെറിയ വള്ളത്തിൽ പോകുന്ന ആ ഒരു എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ കൂടുതലും ആ സിനിമയിൽ എക്സ്പ്രഷൻ വെച്ചിട്ടാണ് നമ്മൾ പോർട്രേ ചെയ്തിരിക്കുന്നത് പ്രേക്ഷകരിലേക്ക്. അപ്പൊ അത് കൂടുതലായിട്ടും ഹെൽപ്പ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് അതിനെ? അല്ല, നമുക്ക് ശരിക്കും എൻ്റെ അടുത്ത് സ്വർണ്ണം എടുക്കാൻ നോക്കുന്ന സമയത്ത് ലിജോ മോള് സ്വർണ്ണം എടുത്തുകൊണ്ട് രക്ഷപ്പെട്ട് പോവാണ്. അപ്പോൾ എന്നോട് ഡയറക്ടർ പറഞ്ഞത്, അവൾ ഇങ്ങനൊരു കാര്യം നിങ്ങൾ വന്ന് കാണുകയാണ് ആക്സിഡൻ്റലി. അപ്പം ഇവൾ ഈ വീട്ടിൽ അനുഭവിക്കുന്ന പീഡനങ്ങളും പ്രശ്നങ്ങളും ഇവരുടെ ദുരിതത്തിൽ നിങ്ങൾക്ക് ഭയങ്കര അനുകമ്പയുണ്ട് ആ കുട്ടിയോട്. പക്ഷേ ഇതിവിടെ എടുത്തുകൊണ്ട് പോവുകയാണെന്ന് അറിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഭയങ്കര അമ്പരപ്പുണ്ട്. അമ്പരപ്പ് ഇവളെന്തായി കാണിക്കുന്നത് എന്നുള്ള ഒരു 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 ഭയങ്കരമായിട്ടുള്ളൊരു ഒരു ഒരു ഇമോഷൻ അവളെ സംബന്ധിച്ച്. അതോടൊപ്പം തന്നെ അവളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്നുള്ളൊരു സിമ്പതിയുണ്ട്, നിങ്ങൾക്ക് വിഷമമുണ്ട്. ഈ മൂന്നും കൂടെ സമ്മിശ്രമായിട്ട് വരണം. പക്ഷെ ഒറ്റ ലുക്കേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അത് ട്രോളി ഷോട്ടാണ്. ഒരു ക്യാമറയുടെ ഒരു സൈഡിലൊരു പോയിന്റ് ലിജോമോളുടെ ഫേസ് നോക്കിയിട്ട് അവിടെ നോക്കാൻ മാത്രമാണ് നമ്മുടെ ടാസ്ക്. അതേ ഉള്ളൂ, നമ്മുടെ ആക്ടിവിറ്റി ലുക്ക് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഇമോഷൻസ് എല്ലാം കൺവേ ചെയ്യണം. എന്നിട്ട് ആ സ്വർണ്ണം എടുക്കുന്നതിലേക്ക് ഒരു ലുക്ക് താഴേക്ക് നോക്കണം, പിന്നെ വീണ്ടും അങ്ങോട്ട് പോകണം. ഇത്രയാണ് എനിക്ക് വരുന്ന ഇൻസ്ട്രക്ഷൻ. പിന്നെ ലിജോമോൾ തലേദിവസം ചെയ്ത ആ വീഡിയോ എനിക്ക് കാണിച്ചു തന്നു. പിന്നെ ചിത്ര ചേച്ചിയുടെ മനോഹരമായ പാട്ടും ഇതെല്ലാം കൂടെ നമുക്ക് നമ്മുടെ മനസ്സിലുള്ള ഇമോഷൻസ് എല്ലാം വർക്കായി. നമുക്ക് നല്ലൊരു ഷോട്ടും ലഭിച്ചു ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തപ്പം. അതെ. അപ്പം ഈ ഒരു സിനിമ കഴിഞ്ഞപ്പം ഇനിയും അടുത്തത് എന്താണ്? ഏതൊരു ഡയറക്ടറിന്റെ കൂടെ ഇനിയും വർക്ക് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇന്ന ആർട്ടിസ്റ്റിന്റെ കൂടെ വർക്ക് ചെയ്യണോ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? എല്ലാവരുടെ വർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്. നമ്മുടെ ആഗ്രഹം അല്ല, നമ്മുടെ ഒരു ഡ്രീം ഉണ്ടോ? എനിക്ക് ഈ ഡയറക്ടറിനോട് വർക്ക് ചെയ്താൽ കൊള്ളാം. അങ്ങനെ ഒന്നും നമ്മളായിട്ടില്ല. ഇത് ജസ്റ്റ് നമുക്ക് ഒരു പിന്നെ ഒരു ലാഡറിന്റെ ഏറ്റവും താഴത്തെ പടി ചവിട്ടിയിട്ടില്ല. അതിന് ചോട്ടിൽ വന്ന് നിൽക്കാനൊരു അവസരം പൊന്മാൻ തന്നിട്ടുണ്ട്. അത് ഇനി നമ്മുടെ പെർഫോമൻസസ് കണ്ട് ആരെങ്കിലും നമ്മളെ ഇൻവൈറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാവണേ എന്നുള്ള ആഗ്രഹമാണ് നമുക്കുള്ളത്. അതേപോലെ തന്നെ മിമിക്രിയും ഐഡന്റിഫൈ ചെയ്തത് കഥാപ്രസംഗം അത് ഇമിറ്റേറ്റ് ചെയ്തതാണ്. സാംബശിവന്റെ കഥാപ്രസംഗം ആദ്യം സ്റ്റേജിൽ അവതരിപ്പിച്ചിട്ടാണ് ഞാൻ മിമിക്രി ആർട്ടിസ്റ്റ് ആണെന്ന് ഞാൻ തന്നെ മനസ്സിലാക്കുന്നത്. അതിനകത്തൊരു പാട്ട് ചേട്ടൻ പാടുന്നത് കേട്ടിട്ടുണ്ട്. അപ്സരസാണെന്റെ ഡസ്റ്റമൻ, ഡസ്റ്റമന എന്ന് അദ്ദേഹം തീർത്ത് വിളിക്കുന്നില്ല, ഡസ്റ്റമൻ. പങ്കജാക്ഷന് പങ്കജാക്ഷിയോട് കൂടുതൽ സ്നേഹം തോന്നുമ്പോൾ പങ്കജാക്ഷി എന്നങ്ങ് നീട്ടി വിളിക്കുമോ, പങ്കി എന്നല്ലേ വിളിക്കൂ എന്ന് പറയുന്ന പോലെ ഡസ്റ്റമൻ പാടുമാടും സുഹൃ സമ്മേളനങ്ങളിൽ. പാട്ട് വേറെ രീതിയിലൊന്നും കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യണമെന്നോ അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും വന്നിട്ടില്ലായിരുന്നു? പാടാൻ അറിയില്ലാത്തതുകൊണ്ട് അങ്ങനത്തെ ആഗ്രഹം. പക്ഷേ ഇതൊക്കെ ഒരു തട്ടിക്കൂട്ട് പാട്ടെന്നല്ലാതെ ഒരു എൻ്റെ മക്കൾ ഇപ്പോഴും പറയും അച്ഛന് പിച്ചെന്നൊന്നും അറിയത്തില്ല, ഇത് ട്യൂണ് കൃത്യമായിട്ട് അറിയത്തില്ല. അപ്പോൾ ഞാൻ പാടുമ്പോൾ അവർക്ക് ചിരിയാ. അതുകൊണ്ട് വീട്ടിൽ പാടാനുള്ള സ്പേസ് ഇല്ല. ചേട്ടൻ്റെ വീട്ടിലെങ്ങനെയാ? ചേട്ടനാണോ ഏക ഒരു കലാമേഖലയിലുള്ള ആള്? അച്ഛൻ നാടകത്തില് അച്ഛൻ നാടക KC കുഞ്ഞൻ എന്നായിരുന്നു അച്ഛൻ്റെ പേര്. അമ്മയുടെ പേര് ജാനകുമാരി. ഞങ്ങൾ 3 മക്കൾ, ആനന്ദ്, അജിത് കുമാർ, അമ്പിളി. എൻ്റെ വൈഫിൻ്റെ പേര് ഷീന. മൂത്ത മകൻ MA മ്യൂസിക് RLV പഠിക്കുകയാണ്, അഭിരാം. രണ്ടാമത്തെ ആൾ ഋത്തിക, അവൾ 11ാം ക്ലാസ്സിൽ. മൂന്നാമത്തെ ആൾ നിഖിത. ഇതെല്ലാവരും പാട്ട് പാടും. എൻ്റെ അമ്മയും നന്നായിട്ട് പാട്ട് പാടും, വൈഫും പാടും. അവർ നല്ല പാട്ട് പാടും. മോള് ഗിത്താർ വായിക്കും, മോൻ പാട്ടും പാടും, കീബോർഡ് പ്ലേ ചെയ്യും. ഒരു കലാകുടുംബം തന്നെയാണ്. അങ്ങനെയാണ്. അപ്പം തീർച്ചയായിട്ടും സിനിമയിലുള്ള ഒരു സപ്പോർട്ട്, സിനിമയിൽ പോലുള്ള സപ്പോർട്ട്, ഫാമിലി സപ്പോർട്ട് നന്നായിട്ടുണ്ടല്ലേ? എനിക്ക് ഇതില്ലെങ്കിൽ സ്വൈര്യമില്ല, സ്വസ്ഥതയില്ലെന്ന് വൈഫിനറിയാം. അതുകൊണ്ട് അഭിനയിക്കുന്നതിനോ അല്ലെങ്കിൽ അങ്ങനെ അത്തരത്തിലുള്ള ആക്ടിവിറ്റീസിനൊന്നും ഒരു പ്രശ്നം, പൂർണ്ണ സപ്പോർട്ടാണ് എനിക്ക്. അവരുടെ സപ്പോർട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് എല്ലാം ഉള്ളത്. പക്ഷേ പലപ്പോഴും നമുക്ക് ഒന്നും ശരിയാകാതെ വരുമ്പോഴൊക്കെ വരുമ്പോൾ എനിക്ക് വിഷമം വരാറുണ്ട്. അപ്പോൾ എന്നെ ആശ്വസിപ്പിക്കുന്നവരൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഈ പൊന്മാൻ എൻ്റെ ഈ ഒരു വിശേഷം ശരിക്കും നമ്മളെ ഒരു പ്രേക്ഷകരിലേക്ക് എത്തിച്ചൊരു വലിയ സന്തോഷത്തിലാണ് എൻ്റെ വീട്. ഇപ്പം M3DB എന്ന് പറയുന്ന ഇന്നലൊരു ഫേസ്ബുക്ക് ഡേറ്റാബേസിൽ എൻ്റെ പ്രൊഫൈൽ ഇന്നലെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു 2 ദിവസം മുമ്പ്. ഇന്നലെ ഞാൻ എൻ്റെ ഒരു ഇതിട്ടപ്പോൾ എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് 1.2K ലൈക്സ് കിട്ടി. ഇത് വലിയ കാര്യമാണോ എന്ന് എനിക്കറിയില്ല. എന്നാലും അതൊരു എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു ഫേസ്ബുക്കിൽ ലൈക്ക് എത്രയും കിട്ടുന്നത് അങ്ങനെയാണ്. അത് പൊന്മാനാണ് കാരണം. നല്ല റോബർട്ടോ ആണ്.
ഓക്കെ, അപ്പോൾ റോബർട്ടോ നമുക്കൊരു അംഗീകാരം തരുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചേട്ടൻ നേരത്തെ പറഞ്ഞായിരുന്നു ഇപ്പം ഭാഗികമായിട്ടുള്ള സൗന്ദര്യം ഏതൊക്കെയോ പോയിന്റ്സിൽ സിനിമയിൽ അത് എൻ്റെ ആ ഒരു സൗന്ദര്യം മാച്ച് ആവില്ലായിരിക്കും. അത് ഇപ്പോഴും അങ്ങനത്തെ ഒരുപാട് ആൾക്കാർക്ക് ഇൻസെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെയുള്ളവരോട് ചേട്ടൻ എന്താണ് പറയാനുള്ളത്? അതിനെ എങ്ങനെയാണ് ഓവർകം ചെയ്തത്? അല്ല, എനിക്ക് സൗന്ദര്യത്തിനെ കുറിച്ചുള്ള കോംപ്ലക്സ് ആണോ എന്ന് എനിക്കറിയില്ല. കോംപ്ലക്സ് അല്ലായിരുന്നു. പക്ഷേ അന്നത്തെ സാഹചര്യം അങ്ങനെയാണ്. അതായത് സിനിമയുടെ ഒരു രീതി, സിനിമയുടെ പരിസരം, സിനിമയിലേക്ക് ആളെ എടുക്കുന്ന ഒരു സമ്പ്രദായം ഒക്കെ നമ്മളുടെ ഒരു ചില ക്രൈറ്റീരിയകൾ, മീൻസ് ശാരീരികമായ ചില ക്രൈറ്റീരിയകളൊക്കെ അന്ന് ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ആത്മവിശ്വാസം ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ പോകാതിരുന്നത്. പക്ഷേ ഇപ്പോൾ സിനിമയുടെ ഒരു രീതികളും സിനിമ ഏതാണോ യഥാർത്ഥ ക്യാരക്ടർ, ആ ക്യാരക്ടറെ തന്നെ വേണം എന്നുള്ള രീതിയിലേക്ക് സിനിമ മാറുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് റോബർട്ടോ ആവാൻ പറ്റിയത്. കാരണം അവരുടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരുന്ന റോബർട്ടോ ഞാനായിരുന്നു. അല്ലാതെ എനിക്ക് പ്രത്യേക ഒരു കഴിവുണ്ടായിട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്നേക്കാൾ ഇഷ്ടം പോലെ നല്ല കഴിവുള്ള ആർട്ടിസ്റ്റുകളും പെർഫോമേഴ്സും അവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത്. പക്ഷേ എൻ്റെ ഭാഗ്യത്തിന് എൻ്റെ പെർഫോമൻസും എൻ്റെ രൂപവും അവരുടെ മനസ്സിലുണ്ടായിരുന്ന റോബർട്ടോ ആയിരുന്നു. റോബർട്ടോയ്ക്ക് അനുകൂലമായിരുന്നു. അതുകൊണ്ടാണ് എനിക്കതിനകത്ത് കാസ്റ്റ് ചെയ്യാൻ വന്നത്. അതെൻ്റെ ഒരു ഭാഗ്യം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ആർക്ക് വേണേലും നടനാവാം. എല്ലാവരും നടന്മാരാണ്. കാരണം നമ്മൾ അഭിനയിക്കുന്നുണ്ട്. നമ്മൾ എപ്പോഴും ജീവിതത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു മീഡിയത്തിന് വേണ്ടി അഭിനയിക്കുമ്പം നമ്മൾ എന്താണ് അഭിനയിക്കുന്നത്, എന്താണ് ചെയ്യുന്നതെന്ന് നമുക്കൊരു തിരിച്ചറിവുണ്ടാകും. ആ മീഡിയത്തിന് വേണ്ടിയിട്ടുള്ള കാര്യത്തിൽ നമ്മൾ പരുവപ്പെടണം. അതിന് വർക്ക്ഷോപ്പുകളൊക്കെ എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. തിയേറ്ററിൽ അഭിനയിക്കുന്നതും അവിടുത്തെ അഭിനയം നമ്മുടെ സിനിമയിൽ അഭിനയിക്കുന്നതും കുറച്ച് വ്യത്യാസമുണ്ടല്ലോ. തിയേറ്ററിൽ കുറച്ചും കൂടെ എക്സ്പ്രസീവ് ആണ്. അപ്പം നമ്മുടെ റോബർട്ടോ എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അത് തിയേറ്ററിലായിരുന്നെങ്കിൽ അത് കുറച്ചും കൂടെ എക്സ്പ്രസീവായിട്ട് എങ്ങനെയായിരിക്കും ചെയ്യാൻ പറ്റുക? അതൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് ട്രൈ ആവോ? അല്ല, ഇതേപോലെ തന്നെ ആയിരിക്കും പറയാം. കാരണം തിയേറ്ററിൽ നമുക്ക് പിന്നെ പുറകിൽ നിൽക്കുന്ന പണ്ടത്തെ കോൺസെപ്റ്റാണത്. എനിക്ക് പറഞ്ഞില്ല, എനിക്ക് അധികം തിയേറ്റർ ഈ ഒന്നിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാനൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എൻ്റെ പരിമിതമായ അറിവ് വെച്ച് ഞാൻ, അല്ലെങ്കിൽ എൻ്റെ തോന്നലുകളാണ് ഞാൻ പറയുന്നത്. അത് ശരിയായിക്കൊള്ളുന്നില്ല. അപ്പോൾ തിയേറ്ററിൽ സ്റ്റേജിലെ പെർഫോമൻസ് ആണെങ്കിലും മറ്റേ ഓപ്പൺ എയറിലെ ഈ അരീന ടൈപ്പ് സ്റ്റേജിലുള്ള പെർഫോമൻസ് ആണെങ്കിലും നമ്മുടെ പെർഫോമൻസ് അവിടെ അധികം ഓഡിയൻസിന് മൊത്തം കേൾക്കാൻ പാകത്തിനുള്ള ഒരു എനർജി ലെവലാണ് അവിടെ കൊടുക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകം അതിന് വേണ്ടിയിട്ട് വേറൊരു മോഡുലേഷൻ ഉണ്ടാക്കുന്നില്ല. എല്ലാവർക്കും കേൾക്കാൻ വേണ്ടി കുറച്ചുകൂടെ ലൗഡായിട്ട് പറയുകയും എക്സ്പ്രഷൻസും ഇമോഷൻസും ഒക്കെ സെയിം തന്നെയാണ്. പിന്നെ ഇപ്പം നമുക്ക് വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മൈക്കും ടെക്നിക്കും ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ എത്ര ലേപ്പൽ മൈക്ക് വെച്ചിട്ട് ഇപ്പോൾ നാടകങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് എത്രയും അതെന്ന് പറയേണ്ട ഇതുപോലെ തന്നെ പറയേണ്ടി വരും. ഇതുപോലെ തന്നെ പറഞ്ഞാൽ മതി. അതിൽ കൂടുതലായ പ്രശ്നമാവും. ഇവിടെ ഇപ്പം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മൈക്കില്ലേ, ഇത് മൈക്ക് വെച്ചിട്ടാണ് ഇപ്പോൾ മിക്കവാറും പെർഫോമൻസുകളൊക്കെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ അപ്പം എനിക്ക് ഒരു ഡിസഡ്വാൻറ്റേജ് ഒരു നാടകം കണ്ടപ്പോൾ തോന്നിയത്, അവർ പഴയ ആ ഒരു രീതി വെച്ചിട്ടാണ് അവിടെ ഒരു നാടകം ഡയലോഗ്സ് ഡെലിവറി ചെയ്തത്. അപ്പോൾ അത് ഭയങ്കര അരോചകമാണ്. അപ്പോൾ നമ്മൾ ഏത് മീഡിയത്തിലാണ് നിൽക്കുന്നത്, എന്തൊക്കെയാണ് നമുക്ക് കിട്ടിക്കുന്ന ഫെസിലിറ്റി, എന്തൊക്കെയാണ് ടെക്നോളജി എന്നൊക്കെ ഒരു നടൻ അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ബിഹേവ് ചെയ്യുമ്പോൾ ഈ സെയിം സാധനം തന്നെ കാണിച്ചാൽ മതി. അതിനകത്ത് ഞാൻ പറയുന്നത് ഡയലോഗ് ഇതാണ്, മോൾ ആരെയും മൈൻഡ് ചെയ്യാതെ അങ്ങ് നടന്നു പോയാൽ മതി, ബസ്സിൽ കയറി കഴിഞ്ഞാൽ പിന്നെ പേടിക്കാനില്ല, ഇത് ധൈര്യമായിട്ട് പോകും. ഇത്രയാണ് ഞാൻ വെള്ളത്തിൽ പോകുമ്പോൾ ഡയലോഗ്. ഇങ്ങനെ തന്നെ പറഞ്ഞാൽ മതി, കാരണം മൈക്ക് കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, തിയേറ്റർ മാത്രമല്ല, ഇപ്പം ഷോർട്ട് ഫിലിംസ് ആണെങ്കിലും നമ്മുടെ കൗമുദിയിലെ ഒരു സീരിയലിലും അതിഗംഭീരമായിട്ടുള്ള പ്രകടനമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ലേഡീസ് ആ ഒരു റൂമിലാണെങ്കിലും അലിയൻസിലാണെങ്കിലും. അപ്പം സീരിയലിലുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? സിനിമ, തിയേറ്റർ, സീരിയൽ, മിമിക്രി, അങ്ങനെ എല്ലാത്തിലും ഇങ്ങനെ. അതെ, സീരിയലിൽ എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് വളരെ വലുതാണ് എന്നെ സംബന്ധിച്ചത്. കാരണം ആ കാലത്ത് എനിക്ക് അഭിനയിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു വിഷ്വൽ പിന്നെ ടി വിയിൽ വരണം, അല്ലെങ്കിൽ സ്ക്രീനിൽ വരണം. ഇത് മാത്രമേ ഉള്ളൂ എൻ്റെ ആഗ്രഹം. അല്ലാതെ എനിക്ക് എന്തുമാത്രം കഴിവുണ്ടെന്നോ ഞാൻ എന്താണ് കാണിക്കുന്നതെന്നോ അതിനെക്കുറിച്ച് ബോധമില്ല. അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് ആക്ഷൻ പറയുമ്പം നമ്മുടെ മനോധർമ്മത്തിന് എന്താണോ തോന്നുന്നത് അതനുസരിച്ചൊക്കെ നമ്മൾ പെരുമാറിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഓരോ സീൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതത്രയും വേണ്ട, അല്ലെങ്കിൽ ഇത് ശരിയായില്ല, അല്ലെങ്കിൽ എൻ്റെ ലുക്ക് ശരിയാകുന്നില്ല. ഇതൊക്കെ നമ്മൾ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയവും മെനക്കെടുന്നുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് ഒരു ഇംപ്രവൈസേഷൻ വന്നിട്ടുണ്ടാകും. പിന്നെ പല തരത്തിലുള്ള ഇൻഫർമേഷൻ വർക്ക്ഷോപ്സിൽ നിന്നും അവിടെ നിന്നൊക്കെ കിട്ടിയ ഇൻഫർമേഷൻസൊക്കെ ഞാൻ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് എൻ്റെ
തന്നെ സീൻ ഡബ് ചെയ്യാനായിട്ടുള്ള അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒക്കെ നമ്മുടെ ആ ടെൻഷൻസ് എല്ലാം മറികടന്ന് അതിൻ്റെ മുകളിൽ നിന്ന് പെർഫോം ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചു. അപ്പോൾ അതൊക്കെ നമ്മുടെ ആ സീനിനെ മിഴിവേകിയിട്ടുണ്ടാവണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ രാജേഷ് തലച്ചിറ അളിയൻസ് ലേഡീസ് റൂം, അദ്ദേഹം എനിക്ക് നല്ല ഒത്തിരി എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ശിവമോഹൻ തമ്പി സാറിനെ പോലെ തന്നെ സപ്പോർട്ട് ചെയ്ത ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ ഇതിലാണ് എനിക്ക് ഈ സ്പോട്ട് ഡബിങ്ങിനുള്ള എക്സസൈസ് കിട്ടിയത്. അത് ഒത്തിരി ഗുണം ചെയ്തിട്ടുണ്ട്. കാരണം മിക്കവാറും സിനിമകളെല്ലാം ഇപ്പോൾ സ്പോട്ട് ഡബിങ്ങിൽ ആണ് റെക്കോർഡ് ചെയ്യുന്നത്. ഫാമിലി അങ്ങനെയായിരുന്നു. അപ്പോൾ അതിനകത്ത് അത് നല്ല ഗുണം ചെയ്തു. പിന്നെ ഇദ്ദേഹത്തിന് എൻ്റെ ഒരു ടാലൻറ്റ് മനസ്സിലാക്കി പുള്ളിക്കാരൻ എനിക്ക് പറ്റിയ ക്യാരക്ടർ വരുമ്പോൾ എന്നെ വിളിക്കും. അപ്പോൾ എന്നോട് അദ്ദേഹം നേരിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ആനന്ദ് ആദ്യം വന്നിരുന്നതിനേക്കാൾ ഇപ്പോൾ ഒത്തിരി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് നല്ല അവസരങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ എന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതൊക്കെ വലിയ സന്തോഷം. ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആയിരിക്കും ഇപ്പം പല ജോണറിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ടല്ലോ. കോമഡി ചെയ്യാനാണോ സീരിയസ് ചെയ്യാനാണോ? ഇപ്പൊ കുറെ ക്യാരക്ടർ ഡ്രിവൻ റോൾസിന്റെ ഒക്കെ കാലഘട്ടമാണ് കൂടുതലും. അതിനാണ് എനിക്ക് ഹ്യൂമർ വഴങ്ങുമെന്നാണ് എൻ്റെ ഒരു വിചാരം. ഞാനങ്ങനെ ഹ്യൂമറിന് വേണ്ടി ഹ്യൂമർ ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ ഇല്ല. ഹ്യൂമറായിട്ട് ഈ ആളിയൻസിലാണെങ്കിൽ തന്നെയും നമ്മൾ ആ സിറ്റുവേഷനിൽ വരുന്ന എന്താണോ ആ ഡിമാൻഡ് ചെയ്യുന്നത് എന്താണോ അത് റെൻഡർ ചെയ്തു എന്നല്ലാതെ ഒരു വലിയ ഹാസ്യമായിട്ടുള്ള ഒരു വേഷം ചെയ്തിട്ടില്ല. റിയൽ ലൈഫിൽ തമാശ പറയുന്ന ഒരാളാണ്. ആണല്ലേ? വീട്ടിലൊക്കെ ഭയങ്കര ഹ്യൂമർ സെൻസ് പെട്ടെന്ന് വരും. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് വഴങ്ങുന്നത് ക്യാരക്ടർ റോളുകളായിരിക്കാം എന്നാണ് എൻ്റെ തോന്നുന്നത്. കാരണം എൻ്റെ രൂപവും അത്തരത്തിലാണ്. പിന്നെ ഹ്യൂമർ ചെയ്യുന്നതിനാണ് എനിക്കിഷ്ടമാണ്. പക്ഷേ അത്തരത്തിൽ അവസരങ്ങൾ വന്നിട്ടില്ല. നമ്മൾ ഇനിയും നമ്മളെ അവസരങ്ങൾ തേടിയെത്തുമെന്ന് വിചാരിച്ചിരിക്കാനുള്ള ഒരു ക്ഷമയില്ല. നമ്മൾ ഇനിയും അങ്ങോട്ട് വേണ്ടി അവസരത്തിന് വേണ്ടിയിട്ട് അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനിയും ഇറങ്ങുകയാണ്. അതിൻ്റെ ഇതിലാണ്. ഇപ്പം നമുക്ക് ഇനിയും ഒരു 3 സിനിമ റിലീസ് ചെയ്യാനുണ്ട്. അത് അംഗം അട്ടഹാസം ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത് നമ്മുടെ മാധവ് സുരേഷ് ഗോപി സാറിൻ്റെ മോൻ നായകനാകുന്ന സുജിത് എസ് നായർ സംവിധാനം ചെയ്ത ആ സിനിമയിൽ ഒരു സീൻ കിട്ടിയിട്ടുണ്ട്. അത് നല്ല ഒരു കോമ്പിനേഷൻ കിട്ടി. ഷൈൻ ടോം ചാക്കോയും നമ്മുടെ ആക്ടർ നന്ദു ചേട്ടനൊക്കെ ആയിട്ടുള്ളൊരു കോമ്പിനേഷനായിരുന്നു. പിന്നെ ഒരു പ്രീ ഡിഗ്രി ഒരു മോശം ഡിഗ്രി അല്ല എന്ന് ആ ഒരു പിന്നെ സിനിമയിലൊരു ഇൻട്രൊഡക്ഷൻ സീനിലൊരു സീൻ, എല്ലാം ചെറിയ സീൻസാണ്. പിന്നെ ഒരു തയ്യൽ മെഷീൻ എന്ന് പറഞ്ഞൊരു പടം, ഒരു ഹൊററാണ്. അതിന് റിലീസ് ചെയ്യാനുള്ളതാണ്. ഇതിലൊക്കെയും 1-2 സീനുകളിൽ നമ്മൾ പ്രത്യക്ഷരാകുന്നുണ്ട്. അപ്പോൾ ഈ പൊന്മാൻ്റെ ഒരു ബാക്കപ്പ് അതിനകത്തൊക്കെയും നമ്മൾ തിരിച്ചറിയാൻ ഗുണം ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ഓക്കെ, അപ്പം നമ്മൾ വീണ്ടും എന്താ പറയാ മിമിക്രിയിലോട്ട് വരികയാണെങ്കിൽ ഇല്ല, കാരണം ചേട്ടൻ ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് കോമഡി റിയാലിറ്റി ഷോയിൽ ഒരുപാട് ആർട്ടിസ്റ്റിനെ ഇങ്ങനെ മിമിക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അത് ലൈവായിട്ട് കേൾക്കാൻ ഒരു ആഗ്രഹം. എത്രത്തോളം ശരിയാവുന്നുള്ള ടെൻഷനിലാണ് ഞാൻ. അല്ല, നമ്മുടെ മമ്മൂട്ടി സാറിന്റെ വടക്കൻ വീരഗാഥയിലെ പെർഫോമൻസ്, അല്ലെങ്കിൽ മമ്മൂട്ടി സാറിന്റെ ഏതെങ്കിലും ഒരു ഡയലോഗ് ശ്രമിച്ചു നോക്കാം. ഇതോ അംഗം, ചെറുബാല്യം വിടാത്ത കുട്ടികളുടെ കളിക്ക് തൊടുക്കാൻ കൂടെ നിന്നതോ അംഗം. പന്തിപ്പഴുത് കണ്ടപ്പോഴെങ്കിലും പരിചയ്ക്ക് വെട്ടിയൊഴിഞ്ഞതാണെന്ന് മനസ്സിലാക്കാനുള്ള പഠിപ്പെങ്കിലും തികഞ്ഞില്ലേ മക്കളെ നിങ്ങൾക്ക്? ശേഷം എന്തുണ്ട് കയ്യിൽ? പുരഞ്ജയമായി തുടങ്ങി സൗഭദ്രമെന്ന് തോന്നിപ്പിക്കുന്ന പഴയ പുത്തൂരമടവോ? അതോ പരിചയ്ക്ക് മണ്ണുവാരി കണ്ണിലെറിഞ്ഞ് ചതിച്ചു വെട്ടുന്ന കുറുപ്പന്മാരുടെ പുതിയ അടവോ? ചന്തുവിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല. ജീവിതത്തിൽ ചന്തുവിനെ തോൽപ്പിച്ചവരുണ്ട് പലരും, പല വട്ടം. അതെ, താങ്ക് യു സോ മച്ച്. ഇത് ഞാൻ ചോദിച്ചു വാങ്ങിയതാന്ന് തോന്നുന്നു. ശരിയായോന്ന് എനിക്കറിയില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച്. സോ ഇത്രയും നേരം നമ്മളുമായിട്ട് ഒരുപാട് കഥകളൊക്കെ കേട്ടു. ചേട്ടൻ്റെ എക്സ്പീരിയൻസ്, കാര്യങ്ങൾ, ഒരു ജേണി മൊത്തത്തിൽ അറിഞ്ഞു. പിന്നെ ഈ ചേട്ടൻ്റെ വരുന്ന പ്രൊജക്ട്സിനായിട്ടെല്ലാം ഞങ്ങളും വെയിറ്റിംഗ് ആണ്. സോ ഓൾ ദി ബെസ്റ്റ്. പ്രോജക്റ്റ് വരട്ടെ, എനിക്ക് പ്രോജക്റ്റ് ഉണ്ടാവട്ടെ എന്ന് ഞാനും വെയിറ്റിംഗിലാണ്. അതെ, തീർച്ചയായിട്ടും. സോ താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.